സംഭവം ഓരോരുത്തർക്കും ഓരോരോ പ്രാന്തല്ലേ, അങ്ങനെയുള്ള കുറെ പ്രാന്തന്മാരാണിത്. അതായത് രാവിലെ ഇറങ്ങിയിട്ട് ഡെസേർട്ടിലേക്ക് ഇങ്ങനെ വണ്ടിയിട്ട് പോവാ. നമ്മളത്തെ പ്രാന്തന് ഇതാ ഇവനാണ്. അങ്ങനെയാണ് ഞങ്ങളോട് എത്തിയിട്ടുള്ളത്. ഡെസേർട്ടിൽ ഇറങ്ങാൻ വേണ്ടി വരുന്നവർക്കുണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട ഫസ്റ്റ് ആയിട്ടുള്ള സാധനം ഇത്, എയർ ചെക്ക് ചെയ്യുന്നത്, ഇത് ഒഴിവാക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെ ഡെസേർട്ടിന്റെ അരികിൽ വന്നിട്ട് ഇങ്ങനെ ബാക്കിയുള്ളവരെ കാത്തുകെട്ടിരും. മദാമിൽ എത്തിയിട്ട് ഡെസേർട്ടിൽ ഒന്ന് കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ റിഷാദ് ഉണ്ട്, മിസ്റ്റർ നിസാറുണ്ട്, എല്ലാവരും ലൈനപ്പ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളിനി ഉഷാറാക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇതേപോലെ ഡെസേർട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവിടുന്ന് തന്ന് നമ്മൾ ഏതായാലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിഷാദിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വെപ്രളം. എയർ കളയാനുള്ള സാധനം ഇല്ല, എയർ കയറ്റാനുള്ള സാധനം ഫ്യൂസ് അടിച്ചു പോയി. 4 വീൽ ഡ്രൈവ് വർക്ക് ചെയ്യണില്ല. ഡ്രൈവ് ചെയ്ത് മതേന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിങ്ക് റോക്ക് വരെ ഡ്രൈവ് ചെയ്തു. ഡിസറ്റിൽ ഇറങ്ങിയാൽ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ളതിന്റെ ഒരു ചെറിയ സംഭവം, ഒരു ഡെമോ അല്ലെ, ഓരോ ഡ്യൂണിനനുസരിച്ചിട്ട് ഡ്യൂണിന്റെ ഗ്രാവിറ്റിക്കും അതിന്റെ ഒരു പൊസിഷൻ അനുസരിച്ചിട്ട് വണ്ടി എടുത്തിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ഡെമോ ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ. നമ്മളിപ്പോ ഒരു വലിയൊരു ഡ്യൂണൊക്കെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അപ്രോച്ചിങ് ആംഗിൾ. അപ്പോൾ ഇതുകൊണ്ട് ഒരു കാർ വന്നിട്ട് ഇതിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ കയറി, ഇതാണ് നമ്മുടെ അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സൈഡ് സ്ലോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ അപ്രോച്ച് ആംഗിൾ കറക്റ്റ് ക്ലിയർ ചെയ്ത് മൊമെന്റം കൊടുത്ത് ഇങ്ങനെ കയറിയിട്ട് ഇതിനകത്ത് നമ്മൾ മിഡിൽ എത്തുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഫ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ കറക്റ്റ് മൊമെന്റം കൊടുത്ത് നല്ല കയറി പോവാം. ഇൻ കേസ് നമ്മൾ മൊമെന്റം ലോസ് ആവണമെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് എന്താ വെച്ചാൽ ഏത് ഭാഗത്തേക്കാണ് വണ്ടി പോകുന്നത് ആ ഭാഗത്തേക്ക് ടേൺ ചെയ്ത് താഴേക്ക് ഇറക്കും. ഓക്കെ, വണ്ടി താഴേക്ക് പോകുന്നുള്ളൂ. നിങ്ങൾ പിടിക്കേണ്ട കാര്യം ഓട്ടോമാറ്റിക് പോയിരുന്നു, നമ്മൾ റേസിൽ നിന്ന് തിരിച്ചു വരുന്നു. പിന്നെ തിരിച്ച് നേരെ അതുപോലെ തന്നെ ലൂപ്പ് അടിച്ച് വീണ്ടും കയറുന്നു. സെയിം മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ് സ്ലോപ്പ് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതാണിപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ഡ്യൂൺസിൽ വന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇപ്പുറ സൈഡ് വന്നിട്ട് ഇപ്പുറ സൈഡിലേക്ക് നമ്മൾ എങ്ങനെ സ്വിച്ച് ചെയ്യുന്നു, അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ വന്ന് ഇതിലേക്ക് എത്തി ഈ ഫ്രണ്ട് വീലും ഈ 2 വീലും ഈ ഒരു ക്രസ്റ്റിനകത്ത് ഇതിനകത്ത് നിൽക്കണം. ഓക്കെ, നിന്നതിന് ശേഷം മാത്രം നമ്മൾ ഇപ്പുറത്തേക്ക് സ്വിച്ച് ചെയ്യുക. പരിപാടി ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് പരിപാടി കഴിഞ്ഞു. അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ ഞങ്ങള് കമ്പയിൻ ചെയ്ത. ആർക്കെങ്കിലും ക്ലബിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ആളെടുത്ത് വാങ്ങുക, എന്നിട്ട് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി.